ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഞങ്ങൾ ഇന്നൊരു കംപ്ലയിൻറ്റ് പോയിൻ്റ് ആയിരുന്നു. എ സിന്ന് സ്മെല്ല് വരിക, അഥവാ എ സി ഓണാക്കുമ്പോൾ സ്മെല്ല് വരിക എന്നിട്ടാണ് ഞങ്ങളവിടെ കംപ്ലയിൻറ്റ് പോയത്. അപ്പോൾ എ സിയുടെ ഇൻഡോറൊക്കെ അഴിച്ച് നോക്കി, ഞങ്ങൾ വിചാരിച്ചത് എലിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്ന ആ സ്മെല്ലാണാവുമെന്ന് വിചാരിച്ചിട്ട് ഇൻഡോർ കവറൊക്കെ അഴിച്ച് നോക്കുമ്പോൾ അതിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വയർ കരിഞ്ഞ മണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പ്ലഗ് ഊരി നോക്കുമ്പോഴാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലഗിലേക്ക് വന്നുള്ള ഫേസ് വയർ ചൂടായിട്ട് നമ്മൾ ആ പ്ലഗിൻ്റെ ടോപ്പില്ലേ അത് മൊത്തം ഷോർട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വെറും ഫേസ് ന്യൂട്ടൻ്റെ വയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എ സിയിലേക്ക്. എ സി നമുക്കറിയില്ല, ഏറ്റവും കൂടുതൽ വീട്ടിൽ നമ്മൾ ആംബിയർ കൂടുതൽ എടുക്കുന്ന സാധനങ്ങൾ ഒന്ന് എ സി ആണ്, പിന്നെ അതേപോലെ ഹീറ്ററൊക്കെ ആയിരിക്കും. അതിലേക്ക് എന്തായാലും നമ്മൾ എർത്ത് കൊടുത്തിരിക്കണം. എന്തോ ഭാഗ്യത്തിന് അത് ഷോർട്ടാവാതെ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നു. കാരണം എർത്ത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ELCB അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അപകടങ്ങൾ കൂടുകയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എ സിക്ക് പോയിൻ്റ് ഇടുമ്പോൾ എന്തായാലും നമ്മൾ അതിൽ എർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള സ്വിച്ചുകളും ക്വാളിറ്റിയുള്ള വയറുകളും 2.5 മിനിമം 2.5 വയറെങ്കിലും നമ്മൾ എ സിയുടെ പോയിൻ്റ് ഇടുമ്പോൾ ഇടുക. ഫേസ് ന്യൂട്രൽ അതിട്ടാൽ 1 mm വയറിടാണെങ്കിൽ അത് എർത്തിനിടുക. എർത്ത് തീരെ ഇടാതിരിക്കുന്നത് ഭയങ്കര മോശമാണ്. കാരണം അത് എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അത് സ്റ്റെബിലൈസറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ പ്ലഗ്. ഞങ്ങളത് പിന്നെ സ്വിച്ച് മാറ്റി കൊടുത്തു. പിന്നെ ഇലക്ട്രീഷ്യനെ വിളിപ്പിച്ചിട്ട് എർത്തൊക്കെ കൊടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. എപ്പോഴും നമ്മൾ എ സിക്ക് പോയിൻ്റ് ഇടുമ്പോൾ ഫേസ് ന്യൂട്രൽ എർത്ത് കൂടെ കൊടുക്കുക. അതേപോലെ ചില ആൾക്കാർ ഈസി ആയിട്ട് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ടൈമിലായിട്ടായിരിക്കാം എ സി വെക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിൽ നിന്ന് കണക്ഷൻ, ബൾബ് ബോർഡിൽ നിന്ന് കണക്ഷൻ എടുക്കും. അപ്പോഴും ഇതേപോലെ തന്നെ ഫേസ് ന്യൂട്രൽ മാത്രമേ നമ്മൾ എ സിയിലേക്ക് എടുക്കുള്ളൂ. ഈ ബൾബ് ബോർഡിൽ നിന്ന് കണക്ഷൻ എടുക്കുമ്പോൾ അതിൽ ബൾബിലേക്കുള്ള ലോഡ് കപ്പാസിറ്റി ആയിരിക്കും വയർ കൊടുത്തിരിക്കുക. ചിലപ്പോൾ അത് 1 mm അല്ലെങ്കിൽ 1.5 mm ആയിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ആംബിയർ കൂടുതലെടുത്താൽ നമ്മൾ എ സി ഇതേപോലെ തന്നെ ഷോർട്ടായാൽ വലിയൊരു അപകടം സംഭവിക്കും. ഇപ്പോൾ നമുക്കറിയില്ല, ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഴയ പോലെ പെട്ടെന്ന് കട്ട് ഓഫ് ആവുന്നില്ല കംപ്രസർ. എന്തായാലും അത്യാവശ്യം റണ്ണായിട്ടായിരിക്കും കംപ്രസർ കട്ട് ഓഫ് ആവുക. അപ്പോൾ ഈ റണ്ണാവും തോറും നമ്മുടെ കുറഞ്ഞ വയറാണ്, അഥവാ ചെറിയ വയറാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വയർ ഹീറ്റ് ആവാനും ഇതേപോലെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എ സിക്ക് കേബിൾ ഇടുമ്പോൾ കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ 1 mm പോലത്തെ കേബിളുകൾ ഇടരുത്. അതുപോലെ തന്നെ എർത്ത് കൊടുക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് എ സി ഓണാക്കരുത്. എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒന്നാമത്തത് എല്ലാം കൊണ്ടും ഡേഞ്ചറാണെന്ന് വെച്ചാൽ ഹൈ ആംബിയർ എടുക്കുന്ന ആയിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഷോർട്ട് സർക്യൂട്ടൊക്കെ സംഭവിച്ചാൽ ELCB എല്ലാം സേഫ്റ്റി തന്നെയാണ്. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ ELCB ട്രിപ്പായില്ല എന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെയാണ് അങ്ങനെ സംഭവിച്ചാലെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം ഫുള്ള് ഫയറായതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനും നല്ലത് നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്വാളിറ്റിയോട് കൂടി വയറിങ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ 100-200 കുറവുള്ള ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ പൊട്ടത്തരം വർക്കുകൾ കൊടുക്കാതിരിക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് നിന്ന് എ സിന്ന് പാമ്പിനെ കണ്ടിട്ടുണ്ട്. കാരണം എ സിയുടെ ഡ്രെയിനേജിൽ അല്ലെങ്കിൽ നമ്മൾ ആ ബാക്കിലുള്ള പൈപ്പില്ലേ അതിലൂടെയൊക്കെ വന്നിട്ട് ചെറിയ പാമ്പുകൾ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ ആയിരിക്കും ചിലപ്പോൾ കയറി വരിക. അപ്പോൾ നമ്മൾ എ സിയുടെ ബാക്ക് സൈഡ്, ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, എ സിയുടെ ബാക്ക് സൈഡിൽ ഹോൾ അടച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വൈറ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ സിമെൻറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അടപ്പിക്കുക. കാരണം ആ സൈഡ് എന്തായാലും തണുത്തായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ജന്തുക്കളൊക്കെ കയറി വന്നിട്ട് അപകടം സംഭവിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് കണ്ടത് പല്ലിയാണ് വരുന്നത്. കാരണം നമ്മുടെ ഇൻഡോറിൻ്റെ ബോർഡിനകത്തേക്ക്. അതിപ്പോൾ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്യാം. കാരണം അതിൻ്റെ മുകളിൽ നെറ്റൊക്കെ ഇട്ടാലാണ് പിന്നെ അത് വരാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇൻഡോർ ബോർഡ് ഷോർട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ കണക്ഷനും അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ അഥവാ ഈ വയറിങ്ങും പ്രത്യേകം ശ്രദ്ധിക്കുക. എ സിക്ക് ഇടുമ്പോൾ എന്തായാലും നമ്മൾ എർത്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.